ലാൽകുമാർ, ഈ കാര്യത്തിൽ കേരളത്തിലെ ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ കഴിഞ്ഞ 5 വർഷത്തിൽ അധിക സമയവും ഈ പറഞ്ഞ ഭരണഘടന മറികടന്നുകൊണ്ടുള്ള കേരള സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന നിലപാടുകളുമായി മുന്നോട്ട് പോയി, അല്ലെങ്കിൽ സർക്കാരിൻ്റെ വേഗത കുറയ്ക്കുന്ന നടപടികളുമായി അദ്ദേഹം മുന്നോട്ട് പോയി എന്നുള്ളതാണ് നമ്മുടെ ചർച്ചാ വിഷയം. അത് ഇനി വരുന്ന ഗവർണറും അത് ആവർത്തിക്കുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണല്ലോ വരുന്നത്. പ്രതിപക്ഷം എന്ത് നിലപാടെടുത്തു എന്നുള്ളതും ഇതിനിടയിൽ ചർച്ച ചെയ്തു. കേരളത്തിൽ മുഖ്യ പ്രതിപക്ഷം ഏത് നിലപാടാണ് ഇക്കാര്യത്തിൽ എടുത്തത് എന്നുള്ളതിനെക്കുറിച്ചുമൊക്കെ. അത് ആവശ്യമില്ലാത്ത ഒരു പ്രാധാന്യം ജനാധിപത്യപരമായി നിയമസഭയ്ക്കും സർക്കാരിനുമൊക്കെയുള്ള ഒരു പ്രാധാന്യത്തെ ഗവർണർ കൂടുതൽ ഇടപാടുകൾ നടത്തി അതിനെ സ്വന്തം ഭാഗത്തേക്കാക്കാൻ ശ്രമിച്ചു എന്നൊരു നിരീക്ഷണം താങ്കൾക്കുണ്ടോ? നോക്കൂ, ഇവിടെ 2-3 സുപ്രധാനമായ വിഷയങ്ങളുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഒരു ഗവർണർ എന്ന് പറയുന്ന പദവി എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ നമ്മളിലേക്ക് നമ്മുടെ ഫെഡറൽ തത്വങ്ങളെ ലംഘിച്ചുകൊണ്ട് അടിച്ചേൽപ്പിക്കുന്ന ഒരു രീതി, ഒരു യൂണിറ്ററി ബയാസ് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളൊരു ശ്രമം നടക്കുന്നു. അത് ലാൽകുമാർ പറയുന്നത് കേൾക്കുന്നില്ല കേട്ടോ. ലാൽകുമാർ പറഞ്ഞോളൂ, ശരിയായിക്കോളാം. അതെ, അപ്പൊ ഞാൻ പറയുന്നത് കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം, പറഞ്ഞോളൂ. അങ്ങനെ ഇതൊരു സുപ്രധാനമായ ചർച്ച നമ്മുടെ രാജ്യത്ത് നടക്കുന്നൊരു വിഷയമാണ്. നമ്മുടെ സംസ്ഥാനത്ത് മാത്രം നടക്കുന്ന വിഷയമല്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ. ഇപ്പൊ തമിഴ്നാട്ടിലെ ഒരു മന്ത്രി കഴിഞ്ഞ ദിവസം കപിൽ സിബാലിന് കൊടുത്ത ഇന്റർവ്യൂവിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, തമിഴ് കൾച്ചർ എങ്ങനെ പഠിക്കണമെന്ന് തമിഴ്നാട്ടിൽ മറ്റ് സംസ്ഥാനത്തിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ഗവർണർ അവരെ പഠിപ്പിക്കുകയാണ്. ഈ മനുഷ്യൻ എന്താണ് ചെയ്യുന്നത് എന്ന് അദ്ദേഹത്തിന് അറിയുന്നില്ല, അദ്ദേഹം അറിയുന്നില്ല എന്നാണ് ആ മന്ത്രിയുടെ വിമർശനം. ഇതുപോലെ പല സംസ്ഥാനങ്ങൾ BJP ഭരിക്കാത്ത മറ്റ് സംസ്ഥാനങ്ങൾ നേരിടുന്ന ഒരു വലിയ വിഷയമാണ്. അതവിടെ നിൽക്കട്ടെ, അതൊരു സ്ട്രക്ചറൽ പ്രോബ്ലമാണ്. എന്നുവെച്ചാൽ BJP അധികാരത്തിലിരിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനങ്ങൾ, ഇപ്പൊ കോൺഗ്രസ് നിൽക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ അവർ നേരിടുന്ന പ്രശ്നം തന്നെയാണ്. പക്ഷെ അത് മാത്രമല്ല ആരിഫ് മുഹമ്മദ് ഖാനുമായി ബന്ധപ്പെട്ട വിഷയം. നോക്കൂ, കേരളത്തിൽ നിന്ന് ഒരു ഗവർണർ നമുക്കുണ്ടല്ലോ, ശ്രീധരൻപിള്ള സാർ. ശ്രീധരൻപിള്ള സാറിനെ നമ്മളെല്ലാ ഘട്ടങ്ങളിലും രാഷ്ട്രീയമായി എതിർത്തിട്ടുള്ള ഒരാളാണ്. ശബരിമല വിഷയത്തിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹം എത്രമാത്രം വിമർശനം നേരിട്ടു, അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് വിമർശനം നേരിട്ടു എന്ന് നമുക്ക് തന്നെ അറിയില്ല. കാര്യം അത്രത്തോളം അദ്ദേഹത്തെ വിമർശിച്ചാണ്. രാഷ്ട്രീയമായി അദ്ദേഹത്തോട് ഇപ്പോഴും വിമർശനമാണ്. കാര്യം അദ്ദേഹം നിൽക്കുന്ന പാളയം BJPയുടെ പാളയമാണ്. പക്ഷെ അദ്ദേഹം എത്ര മര്യാദയ്ക്കാണ് അദ്ദേഹത്തിനെ തന്നെ പ്രൊജക്റ്റ് ചെയ്യുന്നത്, എത്ര പ്രോപ്പർലിയാണ് അദ്ദേഹം കണ്ടക്ട് ചെയ്യുന്നത്, ഒരു ഗവർണർ ഓഫീസ് ഒരു ഗവർണർ എങ്ങനെ പെരുമാറണം എന്നുള്ളത് എത്ര മനോഹരമായാണ് അദ്ദേഹം കാണിച്ചു തരുന്നത്. അദ്ദേഹത്തിന്റെ നിലപാടുകളോട് നമുക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം. പക്ഷെ അദ്ദേഹം നമുക്ക് ഒരു കാരണവശാലും ഒരു തരത്തിലും നമുക്കൊരു എതിരഭിപ്രായം പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു BJP ഗവർണറാണ് ആണല്ലോ. പക്ഷെ അതേ സ്ഥാനത്ത് ആരിഫ് മുഹമ്മദ് ഖാനെ നോക്കൂ. ആരിഫ് മുഹമ്മദ് ഖാന് റോഡിൽ ഇറങ്ങി നിന്ന് മുദ്രാവാക്യം വിളിക്കുന്ന ലെവലിലേക്ക് ഒരു ഗവർണർ പദവിയെ മാറ്റി ഇകഴ്ത്തി എന്നത് ആരിഫ് മുഹമ്മദ് ഖാന്റെ പ്രശ്നമാണ്. അതാ പറഞ്ഞേ, ഒരു സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്ന ഒരു ബില്ലിന്, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്ന ഒരു നയത്തോട് വ്യത്യസ്തമായ ഒരു അഭിപ്രായം ഗവർണർ പറയുന്നു എന്നുള്ളത് മാത്രമല്ല ഇവിടുത്തെ വിഷയം. അത് നമ്മൾ അങ്ങനെ അതിനെ ചെറുതാക്കിയിട്ട് കാര്യമില്ല. എന്റെ പ്രശ്നം ഇവിടെ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു വലിയ പ്രാധാന്യമുണ്ട്. കാര്യം റോഡിൽ ഇറങ്ങി നിൽക്കുക, അല്ലെങ്കിൽ ബഹളം ഉണ്ടാക്കുക, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വാർത്താ സമ്മേളനം നടത്തുക, ആ വാർത്താ സമ്മേളനം നടത്തി ഈ നാട്ടിലുള്ള എല്ലാ മനുഷ്യരെയും, ഈ നാട്ടിലെ പ്രതിപക്ഷ നേതാവ് അടങ്ങുന്ന ആൾക്കാരെ, പൊതുപ്രവർത്തകരെ എതിരെ വൃത്തികേട് പറയുക എന്നുള്ളത് മാത്രമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ഈ പറയുന്ന രാഷ്ട്രീയ കേരളത്തിൽ ഒരുമാതിരി പ്രതിപക്ഷത്തുള്ളവരാണെങ്കിലും ഭരണപക്ഷത്തുള്ളവരാ ആൾക്കാരെ എല്ലാം അദ്ദേഹം വിമർശിക്കുകയും മോശം പറയുകയും ചെയ്തല്ലോ. ഒരു BJP കാരനെ എന്തെങ്കിലും പറയുന്നത് കേട്ടോ? ഇല്ലല്ലോ. ഈ രാജ്യത്ത് 5 വർഷം ഗവർണറായിട്ടിരുന്ന മനുഷ്യന് ഒരു കാരണവശാലും ഒരു BJP സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് അദ്ദേഹം വ്യക്തമായി. ലാൽകുമാർ, ഇത് ആരിഫ് മുഹമ്മദ് ഖാന്റെ വ്യക്തിപരമായ തീരുമാനം എന്നാണോ കാണേണ്ടത്, അതോ ഇത് അദ്ദേഹത്തെ ഉപദേശിക്കുന്ന BJPയുടെയോ RSSന്റെയോ ഒരു പദ്ധതിയായിട്ട് കാണണോ? അത് ഞാൻ പറയാം. അത് നോക്കൂ, RSSും BJPയും കൃത്യമായി ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഇടപെടുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ആ ഇടപെടുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലും ഇടപെടുന്നുണ്ടല്ലോ. ആ മറ്റ് സംസ്ഥാനങ്ങളിലും ഇടപെടുന്നതിന് BJP ഭരിക്കാത്ത സംസ്ഥാനങ്ങളിലും അവർ ഇടപെടുന്നുണ്ട്. അവർ ഈ ഗവർണർ കണ്ടക്ട് ചെയ്യുന്ന പോലെയാണോ, പ്രൊജക്ട് ചെയ്യുന്ന പോലെയാണോ പ്രൊജക്ട് ചെയ്യുന്നുള്ള ഒരു കമ്പാരിസൺ ആണ് ഞാൻ മുന്നോട്ട് വെച്ചത്.
ഇപ്പൊ കർണാടകത്തിൽ ഒരു സർക്കാർ ഭരിക്കുന്നുണ്ട്. ആ കർണാടകത്തിലെ ഗവർണർ എങ്ങനെയാണ്, കർണാടക ഗവർണറുമായി ബന്ധപ്പെട്ട എത്ര വാർത്തകൾ നമുക്ക് വരുന്നുണ്ട്. അതേ സ്ഥാനത്ത് കർണാടക ഗവർണർ ഈ പറയുന്ന കോൺഗ്രസ് സർക്കാരിനോ അല്ലെങ്കിൽ അവിടെ നിലനിൽക്കുന്ന സർക്കാരിനെതിരെ പ്രവർത്തിക്കുന്നില്ല എന്ന് കരുതുന്നുണ്ടോ? നിശ്ചയമായും കരുതുന്നുണ്ട്. കാര്യം കഴിഞ്ഞ ഗവർണർമാരുമായി ബന്ധപ്പെട്ട ഒരു കോൺഫറൻസ് നടത്തിയപ്പം കേന്ദ്രമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള ആൾക്കാർ പറഞ്ഞത്, അത് ആ കപിൽ സിബാലിന്റെ ഇന്റർവ്യൂവിനകത്ത് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ഗവർണർ സംസ്ഥാന കാര്യങ്ങളിൽ കൂടുതൽ ഇടപെടണം എന്ന ഉള്ള ഒരു ഡയറക്ഷനാണ് കേന്ദ്ര സർക്കാർ കൊടുത്തത്. ആ കൊടുത്ത ഡയറക്ഷൻ മറ്റുള്ള ആൾക്കാർക്കും ബാധകമാണ്. അപ്പൊ ഇവിടെ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന നിലവാരമില്ലാത്ത ഒരു രാഷ്ട്രീയക്കാരന്റെ ഈ പറയുന്ന സംഘപരിവാറിനോടുള്ള ഒരു അധിക ബാധ്യത കാണിക്കലാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത്. ലാൽകുമാർ, ഒരുപക്ഷെ മറ്റു സംസ്ഥാനങ്ങൾക്ക് ഇല്ലാത്ത ഒരു പ്രത്യേകത കേരളത്തിനുണ്ട്. ഇവിടെ BJPക്ക് ഭരണം കിട്ടാത്തൊരു സംസ്ഥാനമാണ്. മറ്റു സംസ്ഥാനങ്ങളിൽ കോൺഗ്രസും BJPയും അല്ലെങ്കിൽ മറ്റേതെങ്കിലും കക്ഷികളും BJPയുടെ സഖ്യകക്ഷികളും എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന ഒരു അവസ്ഥയുണ്ട്. ഇവിടെ അതില്ല. അവിടെയാണ് ആ രാഷ്ട്രീയം ഗവർണറിലൂടെ BJP ഏതെങ്കിലും തരത്തിൽ ഇടപെടാൻ നോക്കുന്നത്. അല്ല, ഗവർണർ ഇതുപോലെ പെരുമാറി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടും എന്നുള്ളൊരു ധാരണ BJPക്കാർക്ക് തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ BJPക്കാരോട് പ്രൈവറ്റ്ലി സംസാരിച്ചാൽ മതി. പക്ഷേ സർവകലാശാലകളിൽ സെനറ്റിലെ അംഗത്വം ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ കൂടി, ചെറിയ കാര്യമൊന്നുമല്ല ഉദ്ദേശിച്ചത്, പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാര്യമാണല്ലോ. നോക്കൂ, ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. സർവകലാശാലയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയാം ഞാൻ കണ്ടൻഷൻ റേസ് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന വ്യക്തി ഇപ്പം സർവകലാശാലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തന്നെ കോടതിയുടെ മുന്നിലേക്ക് അദ്ദേഹം പല പ്രാവശ്യമായി ചെയ്ത കാര്യങ്ങളിൽ എത്രമാത്രം വിമർശനം അദ്ദേഹം നേരിട്ടു. ഫസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സിനെ വരെ അദ്ദേഹം തള്ളിക്കൊണ്ട് ഇവരുടെ ആൾക്കാരെ കുത്തിക്കയറ്റി എന്നുള്ള വിമർശനം ഉണ്ടല്ലോ. ആ വിമർശനം അവിടെ നിൽക്കുമ്പോഴും അദ്ദേഹം എങ്ങനെ പെരുമാറുന്നു എന്നുള്ള നോക്കൂ ലാൽ, ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനകത്ത് ഒരു കാരണവശാലും RSSന്റെയോ സംഘപരിവാറിന്റെ ഇടപെടലില്ല എന്നല്ല ഞാൻ പറയുന്നത്. അതുള്ളപ്പോൾ തന്നെ RSSനെയോ BJPയോ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഈ പറയുന്ന മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അധികമായ പണിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. നോക്കൂ, RSSന്റെ സർസംഘചാലക് കേരളത്തിൽ വന്നപ്പം അദ്ദേഹത്തെ അങ്ങോട്ട് പോയി കണ്ട മനുഷ്യനാണ് ഈ പറയുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ. അത് നമ്മൾ ഏതേലും ഘട്ടത്തിൽ ഒരു ഗവർണർ കേരളത്തിന്റെ നോമിനൽ ഹെഡായിട്ടുള്ള ഒരു മനുഷ്യനാണ്. ആ മനുഷ്യനെ അങ്ങോട്ട് പോയി കാണുമ്പം അദ്ദേഹത്തിന്റെ അലീജിയൻസ് എങ്ങോട്ടായിരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ പല വിഷയങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ റോഡിലിറങ്ങി ബഹളം ഉണ്ടാക്കുന്ന ഒരു ഗവർണറെ നിങ്ങൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ, BJP ഇപ്പോഴല്ലല്ലോ BJP ആദ്യമായി ഇന്ത്യ ഭരിക്കുന്നത്, വാജ്പേയിയുടെ കാലത്ത് ഭരിച്ചിട്ടില്ലേ? അത് കഴിഞ്ഞ് നരേന്ദ്രമോദിയുടെ 2014 തൊട്ട് 2019 കാലത്തിൽ നമ്മൾ നരേന്ദ്രമോദി ഭരിക്കുന്നത് കണ്ടതല്ലേ? എത്രയോ ഗവർണർമാരെ നമ്മൾ കണ്ടു. ഈ നിലവാരമില്ലാത്ത രീതിയിൽ റോഡിലിറങ്ങി വേളം ഉണ്ടാക്കുന്ന ഒരാളെ നിങ്ങൾ എപ്പോഴാണ് കണ്ടിട്ടുള്ളത്? ഒരുപക്ഷെ SFIയോ മറ്റു സമരക്കാരോ ഒക്കെ റോഡിലിറങ്ങി നിന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ ബഹളമാണ് ഒരുപക്ഷെ ഒരു മനുഷ്യൻ വിചാരിച്ചാൽ അവിടെ നടത്തിയെടുക്കാൻ സാധിക്കുന്നത്. അത്രമാത്രം പ്രശ്നം ഈ സംസ്ഥാനത്തെ ക്രമസമാധാന നിലയിലുണ്ട് എന്ന് പിറ്റേ ദിവസം പത്രങ്ങളെ കൊണ്ട് എഴുതിക്കാനും അത്തരം റിപ്പോർട്ട് ഇവിടെ നിന്ന് പോകാനും ഒക്കെ സഹായകരമാകുമെന്ന് അദ്ദേഹം കരുതിയോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ വരാം.